സർവപ്രപഞ്ചത്തിനും സദ്ഗതിപ്രദായിനിയായ മഹാദുർഗ പരശുരാമ പ്രതിഷ്ഠയായി വാഴുന്ന പുണ്യഭൂമി. വില്ലുമംഗലത്തിന് ദർശനം നൽകിയ വിശ്വചൈതന്യ സ്വരൂപിണി വാഴുന്നത് ഇവിടെയാണ്. അതെ, ഇത് അറബിക്കടൽ അലമാല തീർക്കുന്ന മണ്ണിൽ അതിസൗന്ദര്യമൂർത്തിയായി മഹാദുർഗ വാഴുന്ന മണ്ണ് പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഒരു ജനത കൈവണങ്ങുന്ന അമ്മയ്ക്കിന്ന് തിരുവുത്സവമാണ്. സഹസ്രകോടി പ്രാർത്ഥനകൾ കേൾക്കുന്ന സത്യസ്വരൂപിണി സമുദ്രത്തിൽ ആറാടുന്ന സുദിനമാണിന്ന്. ഒരു ജനതയൊന്നാകെ പ്രാർത്ഥനകൾ അർപ്പിച്ച് കൈവണങ്ങുന്ന തമ്പുരാട്ടി പള്ളി നിദ്രയിൽ നിന്നുണർന്ന ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന സുദിനത്തിൽ ഈ നാടിന്റെ യുവത ഇന്ന് ഒരുക്കുകയാണ് ആനയൂട്ട്. പരിമണത്തമ്മയുടെ അരുമ മകനായ ശാന്തസുന്ദരൻ പരിമണം വിഷ്ണുവിനെ മനസ്സിൽ കുടിയിരുത്തിയ ഗജസമിതി പരിമണമിത ഇന്നിവിടെ ഒരുക്കുന്നു പ്രൗഢഗംഭീരമാകുന്ന ആനയൂട്ട്. പകിട്ടും പൊലിമയും പറയുവാനേറെ ചരിത്രങ്ങളും നിറയുന്ന പരിമണത്തിന്റെ മണ്ണിൽ ഒരുങ്ങുന്നു ഗജസമിതി പരിമണത്തിന്റെ ആഘോഷം. പരിമണം ആനയൂട്ട്. ആനയൂട്ട് ഒരുങ്ങുമ്പോൾ നായകനായി അവതരിക്കും തന്റെ തട്ടകത്തിൽ അവൻ. താരമൂല്യമേറെയൊന്നും തുനിഞ്ഞിറങ്ങിയാൽ താൻ തന്നെ വീരനെന്നും എന്നുമെന്നും ഈ മണ്ണിൽ തെളിയിച്ച നായകൻ. പൂരങ്ങൾ പലതും ചേലിൽ കൂടി പേരും പെരുമയും പരിമണത്തെത്തിച്ച പടനായകൻ. പ്രൗഢിയോടെ എഴുന്നള്ളിച്ച മണ്ണിലെല്ലാം പരകോടി പുണ്യം നിറച്ച ശ്രീ ദുർഗാദാസൻ. അതെ, ഗജസമിതി പരിമണത്തിന്റെ കയ്യും പിടിച്ച് അവതരിക്കുമെന്നിവിടെ അവൻ. സാക്ഷാൽ ഗജലോക സമാധാന പ്രിയൻ ദുർഗാദാസ പ്രജാപതി പരിമണം വിഷ്ണു. എടുക്കാൻ സാധിക്കാത്ത നിലയ്ക്കാത്ത ആവേശത്തിന്റെ നായകൻ. തന്റെ തലക്കുന്നിക്ക് മുകളിൽ ചരിത്രം പോലും വെല്ലുവിളി ഉയർത്തില്ലെന്ന് വളർച്ച കൊണ്ട് തെളിയിച്ചു കൊടുത്തവൻ. അതെ, തത്വമസി പരിമണത്തിന്റെ നായകനായി വന്നെത്തുകയാണവൻ. പൂരനഗരിയുടെ ഇളമുറ തമ്പുരാൻ കുഞ്ചു ഒരുക്കി വച്ച വജ്രായുധത്താൽ ആവേശ പോരാട്ടത്തിന് നായകത്വം വഹിക്കുവാൻ അവനുണ്ടാകും ഇന്നിവിടെ. ആണുങ്ങളിലാണായി ആവേശം നിറയ്ക്കുവാൻ ഏകരുദ്ര പ്രജാപതി ഏകരുദ്ര പൗരസമിതി ഇറക്കുന്ന കൊമ്പനാന പാലകാപ്യ ഗജപതി ആമ്പാടി ബാലൻ. ഓംകാരത്തിന്റെ ഒന്നാം തര കൊമ്പൻ ഗജകേസരി അക്കരമൽ മോഹനൻ. തീരുന്നില്ല വിസ്മയം. ചങ്കുബ്രോസിന് നായകനായി ഗുരുവായൂർ കണ്ണന്റെ ആരാമത്തിൽ നിന്നും വന്നെത്തും അവനും. പുന്നത്തൂർ കോട്ടയിലെ ഗന്ധർവൻ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. കൂട്ടുകാർ കലാസമിതിയുടെ കരുത്തുറ്റ നായകനായി അവതരിക്കും കൊല്ലം ദേശം വാഴുന്ന കൊച്ചു തമ്പുരാൻ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ. ആവേശം അലങ്കാരമാക്കിക്കൊണ്ട് അരയ സേവാ സമിതി കൊണ്ടുവരികയാണവനെ. കൊല്ലം മണ്ണിലെ എണ്ണം പറഞ്ഞ യുവചക്രവർത്തി യുവരാജ കേസരി പുത്തൻകുളം അനന്തകൃഷ്ണൻ. ഒപ്പത്തിനൊപ്പം നേർച്ച കൊമ്പന്മാരായി പനക്കൽ നീലകണ്ഠനും മരുതൂർ മാണിക്കനും ഒപ്പം പെണ്ണഴക് തീർത്ത തലച്ചിറ റോസ്ലിയും ഇന്നിവിടെ വിസ്മയം തീർക്കും. ഇതാ ആഘോഷമായി ഈ നാടിന്റെ മടിത്തട്ടിൽ മഹോത്സവമായി ഈ ആവേശം കാണുവാൻ, ഈ ഉത്സവ പെരുമയുടെ മാതംഗ കാന്തി കാണുവാൻ ഗജസമിതി പരിമണം അമ്മയുടെ തിരുമണ്ണിൽ ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ എല്ലാ നല്ലവരാകുന്ന ഉത്സവ പ്രേമികൾക്കും ആനപ്രേമികൾക്കും ആഘോഷ പ്രേമികൾക്കും സജ്ജനങ്ങൾക്കും പരിമണത്തമ്മയുടെ മണ്ണിലേക്ക് ഗജസമിതി പരിമണം ഒരുക്കുന്ന വിസ്മയം കാണുവാൻ സ്വാഗതം, സുസ്വാഗതം. പദം വെച്ച് കടന്നു വരികയാണവൾ. ചരിത്രമൊരുങ്ങുന്ന പരിമണത്തെ ആഘോഷങ്ങൾക്ക് കാലം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതാ ശ്രീ ദുർഗാംബയുടെ പറ എഴുന്നള്ളിപ്പ് നിർവഹിച്ച പിടിയാന ചന്തം ഗജസമിതി പരിമണത്തിന്റെ ആനയൂട്ടിലേക്ക് കടന്നു വരികയായി. അതെ, ഇവൾ അകതാരിൽ നിറഞ്ഞ പ്രാർത്ഥനകളുടെ അകമ്പടിയിൽ അമ്മയ്ക്ക് സിംഹാസനം തീർത്ത പെണ്ണൊരുത്തി. കരവാളൂർ നാടിന്റെയും തെക്കൻ മലയാളത്തിന്റെയും അഭിമാനമായ ഗജമനോഹരി ഗജറാണി തലച്ചിറ റോസ്ലി. ഇതാ തന്റെ സാരഥി ഹിമവാന്റെയും കുഞ്ഞൻ വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ഗജസമിതി പരിമണത്തിന്റെ ആനയൂട്ട് കൂടുവാൻ കടന്നു വരികയാണ് റോസ്ലി.
വടക്കൻ വനാന്തര ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും വശ്യസുന്ദര മലയാളത്തിന്റെ മനം കവരുവാൻ കടന്നു വന്ന മാതംഗ തിലകം, മാതംഗ റാണിമാരുടെ സൗന്ദര്യ പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്ന മിഴിയാളുകളിൽ മഹനീയത ചൂടുന്നവൾ, പിടിയാനകൾക്ക് പ്രിയം നൽകുന്ന നാട്ടിലെല്ലാം പെരുമയോടെ ചെന്നെത്തി തെക്കൻ മലയാളത്തിന്റെ നാമധേയം എന്നുമെന്നും ഊട്ടിയുറപ്പിച്ചവൾ, ഗജസമിതി പരിമണമൊരുക്കുന്ന പ്രൗഢഗംഭീരമാകുന്ന ആനയൂട്ടിൽ ഭാഗമാകുവാൻ അവതരിക്കുകയാണ് തലച്ചിറയിൽ നിന്നും ഒരു താരസുന്ദരി. പരിമളത്തമ്മയുടെ പറയെഴുന്നള്ളിപ്പ് കൂടി ഈ ദേശമാകെ ഐശ്വര്യം നിറച്ചവൾ, ഉയരങ്ങളിൽ പേരുകേട്ട താരങ്ങൾ അണിനിരക്കുന്ന മണ്ണിൽ അഴകിന്റെ തിരുസ്വരൂപമായ പിടിയാന ചന്തം, കരവാളൂർ അമ്മ വാടുന്ന തമ്പുരാട്ടിയെ കരമുയർത്തി തൊഴുത് ഉത്സവ പെരുമകൾ കൂടിയവൾ, തെക്കൻ മണ്ണിലെ എണ്ണം പറഞ്ഞ വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് ആവേശത്തിന്റെ സൗന്ദര്യം നിറച്ചവൾ. കടന്നു വരികയാണവൾ, കാലത്തിന്റെ വാഗ്ദാനമായ കരുത്തുറ്റ പിടിയാന ചന്തം, ഗജറാണി തലച്ചിറ റോസ്ലി. ഇവൻ പനക്കൽ ഗജനരിയുടെ പ്രൗഢിയും പെരുമയും കാത്തു സൂക്ഷിക്കുന്ന തികഞ്ഞാൻപിറപ്പ്, പരിമണത്തമ്മയുടെ മണ്ണിൽ അർഹമായ സ്ഥാനമെന്നും അലങ്കാരമാക്കുന്ന ഗജകേസരി, ഗജരാജകേസരി പനക്കൽ നീലകണ്ഠൻ. തന്റെ സാരഥി കുമാരന്റെ കൈയും പിടിച്ചുകൊണ്ട് പനക്കലെ ഗജരാജ തമ്പുരാൻ പുതുമകളുടെ പതിനിലമായ പരിമണത്തമ്മയുടെ മണ്ണിൽ പതിവിന്റെ ഗജപ്രൗഢി ഒരുക്കുന്ന ധീരനായകൻ, അമ്മയുടെ ആഘോഷങ്ങൾക്ക് അലങ്കാരത്തിന്റെ അകമ്പടി പകർന്ന ഐശ്വര്യത്തിന്റെ പൂർണ്ണത സമ്മാനിച്ചവൻ, തന്റെ പാദമുദ്രകൾ പതിയാത്ത രാജഭൂമികൾ തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ ഇല്ലെന്ന് പലകുറി തെളിയിച്ചു നിന്നവൻ, പ്രൗഢി എന്ന വാക്കിനും പെരുമയെന്ന രീതിക്കും തെക്കൻ മലയാളം പറയുന്ന നാമധേയം, പുത്തൻ രീതികളെ നെഞ്ചിലേറ്റുന്ന പുതുതലമുറയെയും ആവേശത്തോടെ പറയുന്ന നാമധേയം, പനക്കൽ ഗജനരിയുടെ പെരുമ വാനോളം ഉയർത്തി തെക്കൻ മലയാളത്തിന്റെ ഹൃദയം കവർന്നവൻ. വരികയാണ് ഗജസമിതി പരിമണമൊരുക്കുന്ന പ്രൗഢഗംഭീരമാകുന്ന ഈ വിരുന്നോട്ടിൽ പകരക്കാരനല്ലാത്ത തേരാളിയായവനും ഗജരാജകേസരി പനക്കൽ നീലകണ്ഠൻ. അതിനൊത്ത മഹിമകളും തന്റെ രീതിയാക്കി ശീലിച്ചവൻ, ആനയടി പൂരമടക്കം തെക്കൻ മണ്ണിലെ ഏത് വേദിയും തന്റെ നാമധേയം മുഴങ്ങണമെന്ന വാശിയുള്ളവൻ, തികഞ്ഞ എഴുന്നള്ളിപ്പ് പ്രൗഢിയുടെ അവസാന വാക്കായി ദക്ഷിണ കേരളത്തിനെ കോരിത്തരിപ്പിക്കുന്ന ഗജസൗന്ദര്യം, തെക്കൻ മണ്ണിലെ ഏത് തലമുറയുടെയും നിലയ്ക്കാത്ത ആവേശം, ഗജരാജകേസരി പനക്കൽ നീലകണ്ഠനും സാരഥി മാർഗം. പരിമളമാനയൂട്ടിലേക്ക് സ്വാഗതം. അരയ സേവാ സമാജത്തിന്റെ നായകൻ ഗജരാജകുമാരൻ പുത്തൻകുളം അനന്തകൃഷ്ണന്റെ വരവ്. ഇതാ അരയ സേവാ സമിതി പുത്തൻതുറയ്ക്കായി തന്റെ പ്രിയ സാരഥിയുടെ കയ്യും പിടിച്ച് പരിമണത്തമ്മയുടെ തിരുമുന്നിലേക്ക് കടന്നു വരികയാണവൻ. പുതിയ അധ്യായങ്ങൾ രചിച്ചു ശീലിച്ച പുത്തൻകുളം മണ്ണിന്റെ കരുത്തുറ്റ യുവരാജാവ് എണ്ണിയാൽ ഒടുങ്ങാത്ത ആവേശങ്ങളിലേക്ക് നാളെയുടെ നാമധേയമായി കടന്നു ചെല്ലേണ്ടുന്ന തെക്കൻ വീരതുർക്കി, കാലം തന്റെ കാൽച്ചുവട്ടിൽ ആവേശങ്ങൾ കാണിക്ക വയ്ക്കുമെന്ന് ഇന്നേ ഉറപ്പുള്ളവൻ, ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചരിത്രഭൂമികളിൽ അവതാരം കൊണ്ട യുവരാജാവിത വരികയാണ്. കൂടരെ ഗജസമിതി പരിമണമൊരുക്കുന്ന പ്രൗഢഗംഭീരമാകുന്ന ആനയൂട്ടിലേക്ക് അരയ സേവാ സമാജത്തിന്റെ ആനനായകൻ ഗജരാജകുമാരൻ പുത്തൻകുളം അനന്തകൃഷ്ണൻ. നിറഞ്ഞു നിൽക്കുന്ന നേരത്ത് ഇനി കടന്നു വരികയാണവൻ. ഗജമലയാളത്തിന്റെ തട്ടകപ്പെരുമയ്ക്ക് കാവലായി കാലങ്ങൾ കഥ പറയുന്ന മരുതൂരിന്റെ മണ്ണിലെ ഗണപതി ചന്തം, അഴകിന്റെ ആവനാടിയിൽ തന്റെ വജ്രായുധം ഒളിപ്പിച്ചു വയ്ക്കുന്ന നാട്ടാന ചേകവൻ, മരുതൂർ ദേശത്തിന്റെ മാനസപുത്രൻ ഗജകേസരി
മരുതൂർ മാണിക്കൻ. വ്യത്യസ്തത അലങ്കാരമാക്കി വാഴുന്ന ഗജതാരകം, വീശി അടിക്കുന്ന കാറ്റിനോട് വരെ ആവേശത്തോടെ കൂടെ നിൽക്കുവാൻ പറയുന്ന ചങ്കൂറ്റത്തിന്റെ ആനരൂപം, ആര് കണ്ടാലും കൊതിക്കുന്ന അഴകിന്റെയും മുഖശ്രീയുടെയും അവസാന വാക്കായ മാതംഗ തിലകം, തന്റെ സൗന്ദര്യത്തിൽ ആന കേരളത്തിന്റെ പൂരനായകനെ അടിമുടി ഓർമ്മപ്പെടുത്തുന്നവൻ, മരുതൂർ മണ്ണിന്റെ മാതംഗ ശ്രേഷ്ഠൻ, ഗജകേസരി മരുതൂർ മാണിക്കൻ. എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലെല്ലാം തികവാർന്ന ചന്തമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ, തിക്കും തിരക്കുമില്ലാതെ തെക്ക് തന്റെ ശ്രീമൂല സ്ഥാനമായി വാഴുന്ന സൗന്ദര്യതാരകം വരികയാണ്. സദാ നിത്യം മുഴുകുന്ന ആവേശത്തിന് കാതോർത്താന കേരളത്തിന്റെ അഭിമാനമായി വാഴുന്നവൻ, വേദികളിൽ രാജാവാകുവാൻ, വീഥികളിൽ വൈഡൂര്യമാകുവാൻ കൊല്ലം നാടിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ നാട്ടാന ചേകവർ, ഗജകേസരി മരുതൂർ മാണിക്കനും സാരഥി മാർഗം. പരിമണമാനയൂട്ടിലേക്ക് നീലലക്ഷ്മിക്കുന്നേൽ പരിമണം വഴിപാടായി സമർപ്പിക്കുന്ന കൊമ്പനാന ഇതാ വരികയാണ്. തെക്കൻ മലയാളത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തുവാൻ മയ്യനാടിന്റെ മണ്ണിൽ വാഴുന്ന മാതംഗ ശ്രേഷ്ഠൻ, ഗജരാജ മാണിക്യ കുലപതി, മയ്യനാട് അരുണിമ പാർത്ഥസാരഥി സമർപ്പണം ചെയ്യുന്ന ശ്രീ സഹദേവൻ പിള്ള നീലലക്ഷ്മിക്കുന്നേൽ പരിമണം വഴിപാടായി സമർപ്പിക്കുന്ന കൊമ്പൻ ഇതാ അമ്മയെ തൊഴുത് പുണ്യഭൂമിയിലേക്ക് വരികയാണ്. പരിമണത്തമ്മയുടെ ആനയൂട്ടിലേക്ക് തന്റെ പ്രിയ സാരഥി പ്രദീപിന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. മാനത്തു നിറയുന്ന മേഘങ്ങളെ കാർവർണ്ണം ചൂടി മാതംഗ കേരളം ഭരിക്കുവാൻ ഇറങ്ങിയ ഗജധീരനിവൻ, മാറ്റങ്ങളില്ലാത്ത പ്രൗഢി കൊണ്ട് ആന കേരളത്തിന്റെ ഹൃദയത്തെ ശ്രീലകത്ത് വാഴുന്നവൻ, ആഘോഷങ്ങളുടെ പൂരങ്ങളിൽ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച ചരിത്രത്തിന്റെ ഭാഗമായ സുന്ദര ഗജരാജൻ, എണ്ണം പറഞ്ഞ തമ്പുരാക്കന്മാർ അണിനിരന്നു നിന്ന മയ്യനാട് ഗജനിരയിലെ ഇന്നത്തെ മിന്നും താരം ഇതാ മറ്റൊരു മിരുന്നൂട്ടരിക്ക് പരിമളം ദേശമൊരുങ്ങി നിൽക്കുമ്പോൾ താരപ്രഭവിടത്തിൽ കടന്നു വരികയാണ് തെക്കിന്റെ വീരനായകൻ, മാതംഗ ജന്മങ്ങൾ നിറഞ്ഞു നിന്ന മയ്യനാടിന്റെ ഇന്നത്തെ മഹനീയ താരകം, ഗജരാജ മാണിക്യ കുലപതി, മയ്യനാട് അരുണിമ പാർത്ഥസാരഥി. നേരത്തിതാ ടീം ഓംകാരത്തിന്റെ കയ്യും പിടിച്ചൊരവതാര പിറവി വരികയായി. കാലമൊരിക്കലും മറക്കാത്ത ഉലക നായകന്റെ രൂപവും ഭാവവും പേറി ആന കേരളത്തിന്റെ താരമായി മാറുന്നവൻ വരികയായി. വീരന്മാരുടെ മണ്ണായ വള്ളുവനാടൻ തട്ടകത്തിൽ നിന്നും വാശിയും ആവേശവും ഇരട്ടിയാക്കി വരികയാണവൻ. ടീം ഓംകാരത്തിന്റെ നായകൻ, മാതംഗ കേസരി അക്കരമ്മൽ മോഹനൻ. അലയടിക്കുന്ന കാറ്റുപോലും ആവേശത്തിന്റെ കഥകൾ പറയുന്ന മണ്ണിലേക്ക് സാരഥി റസാഖിന്റെ കയ്യും പിടിച്ചു കടന്നു വരികയാണവൻ. ആണത്തമുള്ള വീരന്മാർ നെഞ്ചും പിരിച്ചെഴുന്നള്ളി നിൽക്കുന്ന മണ്ണിൽ ആവേശത്തിന്റെ വേറിട്ട പേര് വീർന്ന മലബാറുകാരൻ, നവീന കാലത്തിന്റെ ആഘോഷം നയിക്കുവാൻ ചരിത്രം കുറിച്ചുകൊണ്ട് ടീം
കളിച്ചു ക്ഷീണിച്ചിട്ട് വടക്കുംനാഥന്റെ യാനയൂട്ടിലെത്തി കിഴക്കൻ ഗോപുരത്തെ കോരിത്തെരിപ്പിക്കുന്ന കൊഞ്ച് മാറാത്ത മനസ്സും തീരാത്ത വീര്യവും തന്റെ രീതി എന്ന് തെളിയിച്ച പൂരനഗരിയുടെ കുഞ്ച് നിൽക്കുമ്പോൾ ഇതാ ഇനി വരികയാണ് ഗുരുഭവനപുരേശന്റെ ആരോമൽ പുത്രൻ. പൂരങ്ങളുടെ പൂരത്തിന്റെ ചരിത്രം വരെ തിരുത്തി കുറിക്കുവാൻ പോകുന്ന ധീരരാജകേസരി പരിമണത്തമ്മയ്ക്ക് കാണിക്കയായി ചങ്ക് ബ്രോസ് കൊണ്ടുവരികയാണ് അവനെ. ഇവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ കൊമ്പനാന, പുന്നത്തൂർ കോട്ടയിലെ ഗന്ധർവനായ കൊമ്പനാന, സാക്ഷാൽ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. അതെ, ഇവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം ശിരസിലേറ്റി പുതുമയുടെ അധ്യായം രചിച്ചവൻ. പുതിയ അധ്യായങ്ങൾ രചിച്ച് ചരിത്രം കുറിക്കുവാൻ പൂരനഗരിയിലെ താരമായി നിന്നവൻ. കർക്കടകമാസത്തിന്റെ പിളറിയിൽ വടക്കുംനാഥനെ മടങ്ങിയെത്തി ആവേശം വാരി വിതറുന്നവൻ. തട്ടകത്തെ ആനപ്രേമികൾ ചേർന്ന് സ്വീകരിച്ചപ്പോൾ തമ്പുരാക്കന്മാരുടെ പെരുമയ്ക്കൊപ്പം പേരെഴുതി ചേർന്നവൻ. നിത്യത്താനത്തിന്റെ ആവേശങ്ങളിൽ ഇത്തവണയും താരമായി നിന്ന ധീരകുലപതി ചരിത്രമുറങ്ങുന്ന ചെറായിലും തന്റെ നാമധേയം കുറിച്ചിട്ട് തന്നെ ആനയൂട്ട് കൂടിയവൻ. ഇതിഹാസങ്ങളെ നെഞ്ചോട് ചേർത്ത് മധ്യ കേരളത്തിന്റെ മണ്ണിൽ ആവോളം ആരാധകരെ സൃഷ്ടിച്ചാൻപിറപ്പ് ഇതാ തന്റെ സൗന്ദര്യ പെരുമയുമായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകം കടന്ന് ചങ്ക് ബ്രോസിനോടൊപ്പം അവതരിക്കുകയാണവൻ. ശ്രീ ഗുരുവായൂരപ്പന്റെ ഗജനഗരിയിലെ എണ്ണം പറഞ്ഞ കൊണ്ടനാന, കോട്ടയിലെ ഗന്ധർവൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. ആവേശത്തെ സ്വീകരിക്കുവാൻ ഒരു മനസ്സോടെ പരിമണമൊരുങ്ങി നിൽക്കുന്ന ഈ ധന്യതയിൽ ഗുരുഭവനേശ്വരന്റെ ആരോമൽ പുത്രൻ വരികയാണ്. പൂരങ്ങളുടെ പൂരത്തിന്റെ ചരിത്രം വരെ തിരുത്തി കുറിക്കുവാൻ പോകുന്ന ധീരരാജകേസരി പരിമണത്തമ്മയ്ക്ക് കാണിക്കയായി ചങ്ക് ബ്രോസ് കൊണ്ടുവരികയാണവനെ. ശ്രീ ഗുരുവായൂരപ്പന്റെ കൊമ്പനാണ്. ശ്രീ ഗുരുഭവനപുരേശന്റെ കളിത്തോഴന്മാർ പലകുറി വന്നു മടങ്ങിയ തെക്കൻ മണ്ണിലേക്ക് ഇതാ ഈ വർഷത്തെ ആവേശം ഇരട്ടിയാക്കി കടന്നു വരികയാണവൻ. വേദികളിൽ നിന്നും വേദികളിലേക്ക് രാജകീയമായി വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി പുത്തനങ്ങാടി ശമലാലിന്റെ കയ്യം പിടിച്ചുകൊണ്ട് ചങ്ക് ബ്രോസിന്റെ കടന്നു വരികയാണവൻ. കാലം കൊതിച്ചാവേശവുമായി കേരള മണ്ണിന്റെ മടിത്തട്ടിൽ തന്നെ വീരമൊളി കൊണ്ടവൻ. തനത് സൗന്ദര്യത്തിന്റെ മഹിമയും പെരുമയും ചൂടി അവതാരമായപ്പോൾ അളകാപുരി ഹോട്ടൽ സ്വന്തമാക്കിയ സുന്ദരൻ ശ്രീ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ വെള്ളയും കരിമ്പടവും ഒരുങ്ങിയപ്പോൾ കോഴിക്കോട് നാട് നടയിരുന്നവൻ. നമ്മെ ചെറുപ്രായത്തിൽ ബാല്യവും നാട്ടാന എന്ന ഖ്യാതിയും കൊണ്ട് കോട്ടയിലെ ഗന്ധർവനായവൻ. നിയോഗത്തിന്റെ വഴിത്താരകളിൽ ഭഗവാൻ തന്നെ തേരുതെളിക്കുന്ന രാജകുലപതി. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാതംഗ കേരളം ഭരിക്കുവാൻ ഒരുങ്ങുന്ന യുവചക്രവർത്തി ചങ്ക് ബ്രോസിന്റെ കയ്യം പിടിച്ച് പരിമളത്തവതരിക്കുന്ന തമ്പുരാൻ. പരിമളത്തമ്മയുടെ മടിത്തട്ടിൽ പുതുമയുടെ ചരിത്രം രചിക്കുവാൻ കടന്നു വരുന്ന ഗുരുവായൂരപ്പദാസൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. പുതിയ അധ്യായങ്ങൾ രചിച്ച് ചരിത്രം കുറിക്കുവാൻ പൂരനഗരിയിലെ താരമായി നിന്നവനാണ്. കർക്കടക മാസത്തിന്റെ പുലരിയിൽ വടക്കുംനാഥനെ വണങ്ങിയെത്തി ആവേശം വാരി വിതറുന്നവനാണ്. തട്ടകത്തെ ആനപ്രേമികൾ ചേർന്ന് സ്വീകരിച്ചപ്പോൾ തമ്പുരാക്കന്മാരുടെ പെരുമയ്ക്കൊപ്പം പേരെഴുതി ചേർത്തവനാണ്. ഇത്തിത്താനത്തിന്റെ ആവേശങ്ങളിൽ താരമായി നിന്ന ധീരകുലപതിയാണ്. ചരിത്രമിറങ്ങുന്ന ചെറായിലും തന്റെ നാമധേയം കുറിച്ചിട്ട് തന്നെ ആനയൂട്ട് കൂടിയവൻ. ഇതിഹാസങ്ങളെ നെഞ്ചോട് ചേർത്ത് മധ്യ കേരളത്തിന്റെ മണ്ണിൽ ആവോളം ആരാധകരെ സൃഷ്ടിച്ചാൻപിറപ്പ് തന്റെ സൗന്ദര്യ പെരുമയുമായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകം കടന്ന് ചങ്ക് ബ്രോസിനോടൊപ്പം അവതരിക്കുകയാണവൻ. ശ്രീ ഗുരുവായൂരപ്പന്റെ ഗജനഗരിയിലെ എണ്ണം പറഞ്ഞ കൊമ്പനാന, കോട്ടയിലെ ഗന്ധർവൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ അവതരിക്കുന്നു. പുത്തൻകുളത്തിന്റെ യുവരാജാവ്. കൂട്ടുകാർ കലാകായിക സമിതി പരിമണം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന അഴകിന്റെ ആൺപിറപ്പ് സാക്ഷാൽ ഷൺമുഖപ്രിയ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്ത പത്മനാഭൻ കടന്നു വരികയാണ്. കൂട്ടരെ, കാലത്തിന്റെ ആവേശത്തിന് നടുവിലും കാതലുള്ള പോരാട്ടം കൈമുതലാക്കിയ നായകൻ, തെക്കൻ മലയാളത്തിന്റെ പുതുയുഗ കൊടുമുടി സാക്ഷാൽ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്ത പത്മനാഭൻ.
കൂട്ടുകാർ കലാകായിക സമിതിയുടെ കയ്യും പിടിച്ചു കടന്നു വരുന്നു. പുത്തൻകുളത്തിന്റെ പുതുമയുള്ള പോരാളി തെക്കൻ പടക്കളത്തിൽ നിന്നും തെല്ലും ഭയക്കാത്ത വാശിയുമായി അതിന്റെ നേർരൂപമായി അവതാരം കൊണ്ട താരനായകൻ പോരാട്ടങ്ങളിൽ ഭയന്ന് ചരിത്രമില്ലാതെ നേരിട്ട രീതികൾ കൊണ്ട് കിരീടം ചൂടിയ ചക്രവർത്തി വീശിയടിക്കുന്ന കാറ്റിന് പോലും ആവേശത്തെ തടുത്തു നിർത്തുവാൻ കഴിയില്ലെന്ന് വടക്കൻ കേരളത്തിൽ തെളിയിച്ചു നിന്നവൻ കാലത്തിന്റെ ഇടനാഴിയിൽ ചരിത്രം കുറിക്കുവാൻ ഒരുങ്ങുന്ന ക്ഷീരയുവരാജാവ് പുത്തൻകുളം അനന്തപത്മനാഭന്റെ വരവ്. യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ. രംഗപ്രവേശത്തിന് സാക്ഷിയാകൂ. ഇതാ ഗജസമിതി പരിമണത്തിന്റെ ആനയൂട്ടിലേക്ക് ഏകരുദ്ര പരിമണം കൊണ്ടുവരികയാണവനെ. ഏകരുദ്ര പരിമണത്തിന്റെ ധീരനായകന്മാർക്ക് ആവേശം ഇരട്ടിയാക്കുവാൻ അവതരിക്കുന്ന ബ്രഹ്മാസ്ത്രം, സാക്ഷാൽ തെക്കിന്റെ ബ്രഹ്മാസ്ത്രം, യുവരാജ രൗദ്രസൂര്യൻ, യുവരാജ ക്ഷത്രിയൻ, പാലകാപ്യ ഗജപതി, ആമ്പാടി ബാലൻ. പോരാട്ടം കാണാൻ കൊതിക്കുന്നവരെ തെക്കൻ കേരളത്തിന്റെ മടിത്തട്ടിലേക്ക് ക്ഷണിക്കുന്ന ബാലൻ അവതരിക്കുകയായി. ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് അനന്തുവിന്റെ കയ്യും പിടിച്ചു വരികയായി. പരിമളത്തമ്മിയുടെ മടിത്തട്ടിൽ പരിധിയില്ലാത്ത ആവേശത്തിന്റെ വിശ്വവിജയം കുറിക്കുന്ന ബാലാവതാരമിത ഏകരുദ്ര പരിമളം ആവേശത്തിന്റെ പര്യായമൊരുക്കി ചരിത്രമാക്കി തീർക്കുന്ന ബാലാവതാരം. എതിരി പറയുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും ഉസുരുള്ളോ എന്തെന്ന് ചോദിക്കുന്ന ബാലാവതാരം. കാത്തിരിക്കുന്ന നാവുകൾക്ക് കരുത്തുകൊണ്ട് മറുപടി പറയുവാൻ ഇവിടെ ഇറങ്ങുന്നു കൂട്ടമേ ബാലാവതാരം. നാലാള് കൂടുന്ന മണ്ണിൽ നട്ടല്ല വിളച്ച് ശീലമില്ലാതെ നായകനായ ബാലൻ. നാട് കീഴടക്കാൻ താൻ ഇവിടെയുണ്ടെന്ന് നാട്ടിലേക്ക് വരുന്നവർക്ക് തെളിയിച്ചു കൊടുത്ത അതേ ബാലൻ. വീശി വരുന്നവർക്കും വീരേതിഹാസം മുഴക്കുന്നവർക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ പോകുന്ന ബാലത്തിന്റെ ബാലൻ. നിലച്ചിരിക്കുന്ന വിജയം താൻ തന്നെ കൊടുക്കുമെന്ന് തെളിയിക്കുന്ന ഒരു ബാലൻ. പർവ്വതമായാലും പണനായകനായാലും ശരി, പോരാട്ടം തനിക്ക് വിഷയമല്ലെന്ന് തെളിയിച്ച ഏകരുദ്രയുടെ നായകൻ, തെക്കൻ മലയാളത്തിന്റെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ. ആരവങ്ങൾ കൊതിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ ലഹരി സമ്മാനിക്കുന്ന ആന കേരളത്തിന്റെ യുവരാജാവ്. നിൽക്കുന്നവരാരായാലും ശരി, അജയ്യനായി നിൽക്കുവാൻ താൻ ഇവിടെയുണ്ടെന്ന് പറയുന്ന താരമൂല്യത്തിന്റെ യുവരാജാവ്. ചുരികച്ചൂരി മണക്കുന്ന അംഗക്കളങ്ങളിലെല്ലാം ആനത്തത്തിന്റെ നേർരൂപമാടിയ യുവരാജാവ്. പോരാട്ടം തനിക്ക് വാക്കിലല്ലെന്നും പോരാടിയാൽ തന്നെ വില്ലന്മാർ വീരൻ. ഏകരുദ്രയുടെ യുവനായകൻ, തെക്കിന്റെ ബ്രഹ്മാസ്ത്രം, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ. പോരാട്ടം തനിക്ക് വിഷയമല്ലെന്ന് തെളിയിച്ച് ഏകരുദ്രയുടെ നായകൻ, തെക്കൻ മലയാളത്തിന്റെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ. വീരന്മാർ വിയർക്കുമെന്നും തെളിയിച്ച ചക്രവർത്തി ഗജസമിതി പരിമണമൊരുക്കുന്ന ആനയൂട്ടിലേക്ക് ഇതാ വരികയാണവൻ. ഇതിഹാസമാകാൻ പോകുന്ന വാരണ മലയാളത്തിന്റെ വീരയുവത്വം, ഏകരുദ്രയുടെ യുവനായകൻ, പാലകാപ്യ ഗജപതി, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ. ഇതാ വരുന്നത് അവനാണ്. അവന്റെ വരവിനും അവന്റെ ആവേശത്തിനുമായി കാത്തു നിൽക്കുന്ന ജനസാഗരമേ,
പരിമണത്തമ്മയെ തൊഴുത് അവതരിക്കുന്നു ദുർഗാദാസ പ്രജാപതി. ആന കേരളത്തിന്റെ അകതാരിൽ വാഴുന്ന ശാന്ത സ്വരൂപൻ പരിമണത്തമ്മയുടെ ആരോമൽ പുത്രൻ സാക്ഷാൽ ഗജലോക സമാധാന പ്രിയൻ ദുർഗാദാസ പ്രജാപതി പരിമണത്തമ്മ മകൻ പരിമളം വിഷ്ണു. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ചുവടുവെച്ചവൻ വരികയാണ്. അഴകോടെ വാഴുവാൻ അവതാരത്തിലെ ഒന്നാമനാകുവാൻ ശ്രീ ദുർഗാ തമ്പുരാട്ടി കാവൽ നിൽക്കുന്ന താരയുവത്വം ഈ നാടിന്റെയും ഈ ഭരാജ മലയാളത്തിന്റെയും അഭിമാന താരം ആന കേരളത്തിന്റെ പരിമണംകാരൻ ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. ആരാധകരുടെ ആവേശത്തിന് ആവോളം അർത്ഥവിസ്മയം സമ്മാനിച്ച കരുത്തുറ്റ പരിമളംകാരൻ പോരാട്ടത്തിന്റെ രീതികളെ തനിക്ക് ഇതിഹാസമാക്കാൻ ഇഷ്ടമെന്ന് തെളിയിച്ച ആവേശത്തിന്റെ പരിമളംകാരൻ ആടങ്ങൾ വാടുന്ന മറക്കാത്ത ഒരേയൊരു പരിമളംകാരൻ ഇതാ ഈ മണ്ണിന്റെ മടിത്തട്ടിൽ ഇതിഹാസം എന്ന വാക്കിന് പകരക്കാരനായി നിൽക്കുന്ന പരിമളംകാരൻ അവതരിച്ചിരിക്കുന്നു. പരിമളത്തിന്റെയും പരിമളംകാരുടെയും സ്വന്തം സ്വന്തം വിഷ്ണു വന്നു ചേർന്നിരിക്കുന്നു. ഈ നാടിന്റെ ആവേശ യുവത്വമായ നായക നിന്റെ ആരാധകർ ആവേശം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ നേരത്തേക്കിതാ അവതരിക്കുകയാണ് ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. മണ്ണിൽ തന്റെ അമ്മ തമ്പുരാട്ടിയുടെ തിരുസന്നിധാനത്തിൽ ആവോളം ആവേശം നിറച്ച വീരനായകൻ പേരെടുത്ത താരമായി മാറി പെരുമയുള്ള നാട്ടിലെല്ലാം പരിമളത്തമ്മയുടെ തിരുനാമം മുഴക്കിയവൻ നേരോടെ കാണാൻ കൊതിച്ചവർക്ക് പോരാട്ട വീര്യം തിരികെ കൊടുക്കുന്ന മാതംഗയവനും അവതരിക്കുകയാണവൻ. ആണങ്ങളാൽ അനവധി വടക്കുനിന്നും ചരിത്രം കുറിക്കുന്ന തിരുമണ്ണിൽ ആവേശത്തിന്റെ ആതിഥേയത്വം വഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുകയാണവൻ. പൂരങ്ങളുടെ പൂരം പിറക്കുന്ന തേക്കിൻ കാട്ടിൽ തെക്കിന്റെ ഗജപ്പെരുമ കാണിച്ചു കൊടുത്ത യുവരാജാവ് ചുരവരമ്പത്ത് കാവിന്റെ മടിത്തട്ടിൽ തികവാർന്ന ആനച്ചന്തത്തിന്റെ ആവേശം എന്നുമെന്നും അലങ്കാരമാക്കി നിറഞ്ഞ കൊമ്പനാന 1000 കണ്ണി പൂരത്തിന് ആവേശ സാഗരം തീർക്കുവാൻ അമ്മയെ തൊഴുത് ചൈത്രയാത്ര തുടങ്ങിയവൻ ചാലിശ്ശേരിയുടെ തിരുമാറിൽ ചരിത്രം കുറിച്ച് പാലക്കാടൻ വേല കൂടുവാൻ പോയ ധീരനായകൻ തിരുനക്കര പൂരത്തിന് ആരാധകരെ അഭിവാദ്യം ചെയ്ത് പടിക്കെട്ടിറങ്ങിയ താരസൂര്യൻ ആരെല്ലാം വന്നാലും ആവേശം നിറയ്ക്കുവാൻ പരിമളത്തമ്മയുടെ തിരുമുന്നിൽ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതാ സാരഥി കുഞ്ഞൻ വിഷ്ണുവിന്റെ കയ്യം പിടിച്ചതാ വന്നിരിക്കുകയാണവൻ. ഇവിടെ അലയടിക്കുന്ന കാറ്റിനോടും ഇവിടെ വന്നെത്തുന്ന കിളികളോടും വിശേഷങ്ങൾ പറഞ്ഞ സർവസ്വതന്ത്രനായി നടന്ന വിസ്മയം എന്തെന്ന് കാണിച്ചു കൊടുത്ത ശാന്തസ്വരൂപം ഈ നാട്ടിലെ ഓരോ മണൽ തടികൾക്ക് അത്രയും നല്ല മലയാളം പഠിച്ച മറ്റൊരു മാതാംഗ ശ്രേഷ്ഠൻ കടന്നു വന്നിരിക്കുകയാണ്. ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിയായ ആന കേരളത്തിന്റെ എല്ലാമെല്ലാമായ ഡിഫൻസ് കുട്ടികൾ ഒരു പട്ടം സമർപ്പിക്കുകയാണ്.
പരിമണത്തമ്മയുടെ തിരുമണ്ണിൽ അമ്മയുടെ മടിത്തട്ടിൽ ഇത് തുടർച്ചയായി 7ാം വർഷവും പരിമണം ആനയൂട്ടിന് ഗജവിവരണം നടത്തുവാൻ ഭാഗ്യമുണ്ടായത് അമ്മയുടെ അനുഗ്രഹമായിട്ട് കാണുകയാണ്. അമ്മയുടെ ഈ മണ്ണിലെത്തി ഈ വർഷവും ഗജവിവരണം അവതരിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സൗഭാഗ്യമായിട്ട് കാണുകയാണ്. അതിന് അവസരവും വേദിയും ഒരുക്കിത്തന്ന പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും, പരിമണം ദേവസ്വത്തിനും പ്രത്യേകിച്ച് ഗജസമിതി പരിമണത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീം അംഗം കൂടിയായ ശ്രീ കണ്ണൻ ശ്രീകുമാർ അദ്ദേഹത്തിനും ശ്രീജിത്ത് തുടങ്ങിയ ഗജസമിതിയിലെ മുഴുവൻ പ്രവർത്തകർക്കും കൂട്ടുകാർക്കും ആനപ്രേമികൾക്കും ഈ നാടിനും ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങൾക്കും, ഒപ്പം ഈ ദൃശ്യവിസ്മയങ്ങളെ ലോകമെമ്പാടും എത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ പ്രവർത്തകർക്കും എല്ലാവർക്കും 1000 നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളുടെ ടീം മെമ്പറായ ശ്രീ കണ്ണൻ ശ്രീകുമാർ, ഒപ്പം ഗജസമിതി പരിമണത്തിൻ്റെ മുഴുവൻ കൂട്ടുകാർക്കും പരിമണം ദേവസ്വത്തിനും 1000 നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.